വിദ്യാർത്ഥികളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള കേസിലാണ് 10 മാസത്തെ അറസ്റ്റിലായത്. ഈ സംഭവത്തിൽ എന്താ പറയാം? ആ കേസിനെ പറ്റിയിട്ട് ഞാൻ ഇപ്പൊ പരാമർശിക്കുന്നില്ല. കാരണം എന്താന്ന് പറയാ, ഒന്നാമത്തെ എനിക്ക് അതില് നിലവിലുള്ള ഇതെന്ന് പറഞ്ഞാൽ ഇത് ഒരു കൗണ്ടർ കേസാണ്. ഇതിന് തൊട്ട് മുമ്പ് ഒരു സംഭവം നടന്നിട്ടുണ്ട്. പിന്നെ ഈ കേസ് കോടതിയില് ആ കേസിനെ പറ്റിയിട്ട് മൊത്തത്തില് നമ്മള്, കാരണം അത് അവൻ തന്നെ വന്നിട്ട് എന്താണ് എന്നുള്ളതിന്റെ ഇത് ഇതാവും. പക്ഷെ എന്നിരുന്നാലും ശരി ജസ്റ്റ് അതിനെ പറ്റിയിട്ട് പറയണ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആരോപിക്കപ്പെടുന്ന പോലെ 2 വിദ്യാർത്ഥികളെ ഇടിച്ചു കൊല്ലാൻ നോക്കി എന്നുള്ളതാണ് അവരുടെ എല്ലാ ഇതായിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അതിന് മുന്നുണ്ടായിട്ടുള്ള ഒരു സംഭവത്തിന്റെ തുടർച്ചയാണ് ആ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികൾ മറ്റൊരുത്തന്റെ ബീർ കുപ്പി കൊണ്ട് മദ്യപിച്ചിട്ട് ബീർ കുപ്പി കൊണ്ട് തലക്ക് തല്ലി പൊളിച്ചു. ഒരു ഗ്രൗണ്ടില്, തൃശ്ശൂർ കേരളവർമ്മ കോളേജിന്റെ സമീപത്തുള്ള ഒരു ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ള സംഭവമായിരുന്നു. ആ സംഭവത്തിൽ തല തല്ലി പൊളിച്ചു നോക്കുമ്പോ അവിടെ ഉണ്ടായിരുന്നവര് അടുത്തുള്ളത് ഇവന്റെ കാറായിരുന്നു. അപ്പൊ ഇവനെ വിളിച്ചു ഇവൻ ആ സംഭവം നടക്കുമ്പോ അവിടെ ഇല്ല. ഈ പയ്യനെ തല തല്ലി പൊളിച്ച പയ്യനല്ല, അടി കിട്ടിയിട്ടുള്ള പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കാറായിട്ട് ചെന്നുണ്ടായിരുന്നത്. എന്നിട്ട് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണ് ഈ മറ്റൊരു മദ്യപിച്ചിട്ട് വീണ്ടും വണ്ടിമേ രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു. ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ വഴിക്ക് ഇവർ യാദൃശ്ചികമായിട്ട് ഇവരും വണ്ടി സ്പീഡിലെടുത്തു, ഇവര് കാലിൽ തട്ടി വീണു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അല്ല, കേസ് വന്നിട്ടുള്ളത് അങ്ങനെയല്ല. അല്ലല്ല, പരസ്യമായി ആര് മദ്യപിച്ചു അല്ല, എഫ്ഐആറിൽ പറഞ്ഞിട്ടില്ല. പരസ്യമായി മദ്യപിച്ചിട്ടല്ല. എന്റെ മകൻ മദ്യമോ മയക്കമരുന്നോ ഈവൻ ബീഡി പോലും ഉപയോഗിക്കില്ല. അവൻ മാത്രമല്ല, ഞാനും ഉപയോഗിക്കില്ല ഈ പറഞ്ഞ സാധനങ്ങളൊന്നും. മദ്യമോ മയക്കുമരുന്നോ അല്ല എന്തെങ്കിലും മരുന്നുകളോ അതൊന്നും ഉപയോഗിക്കാത്ത വ്യക്തിയാണ് എന്റെ മകൻ. അത് ഞാൻ 100% അപ്പോഴും ഇപ്പോഴും ഗ്യാരണ്ടി പറയും. അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതാ പറഞ്ഞ ആ കേസിനെ പറ്റിയിട്ടൊന്നും എന്റെ എഫ്ഐആർ ഒക്കെ ഇട്ടിട്ടുള്ള തന്നെയാണ് അതിനെതിരെ. പക്ഷെ ആ കേസൊന്നും ചിത്രത്തിൽ വന്നിട്ടില്ല. ഈ ഒരു കേസ് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുള്ളൂ. തിരിച്ചുള്ള കേസ് ആരെ ആ സംഭവത്തില് നമ്മളാണ് ഫസ്റ്റ് പരാതി കൊടുത്തിട്ടുള്ളത്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ അടി കിട്ടിയിട്ടുള്ള ആളാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അവന് ഏകദേശം 8ഓളം സ്റ്റിച്ച് ഉണ്ട് തലക്ക്. അത് ഇവന്റെ ഫ്രണ്ടാണ്. ഇവന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. ആ ഫ്രണ്ട് വിളിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പോകുന്നത്. അത് അയാൾ ഈ കേസിൽ 1ാം പ്രതിയാണ്. ഈ അടി കിട്ടിയ ആള് ഈ കേസിൽ 1ാം പ്രതിയാണ്. ഏത് ഈ സംഭവത്തിൽ ഇല്ല അതില് മണവാളൊന്നുമില്ല. മണവാള ഹോസ്പിറ്റലിൽ ഈ അടി കിട്ടിയ ആള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ മാത്രമാണ് രംഗത്ത് വന്നിട്ടുള്ളത്. 2ാം പ്രതിയാണെന്നാണ്. കേസുള്ളത്. പക്ഷെ ഇതില് വേറൊരു കാര്യമില്ലെന്ന് വെച്ചാല് സാറ് നേരത്തെ ചോദിച്ചു മദ്യപിച്ചിട്ടല്ലേന്ന് ചോദിച്ചു. അതിൽ തന്നെ ആ ഒരു യൂട്യൂബർ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നുണ്ട്, ഈ സംഭവത്തിൽ ഈ സംഭവത്തിൽ മദ്യപിച്ചിട്ടല്ലേ മണവാളൻ വണ്ടി ഓടിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, ഇല്ല മണവാളം മദ്യപിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറയുന്നത് കേൾക്കാം. ആ ഉദ്യോഗസ്ഥൻ പറയുന്നത്, ഞങ്ങൾ ആരും പറയുന്നത്. വോയിസ് അയാള് പുറത്തുവിട്ടിട്ടുണ്ട്, ന്യൂസിൽ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ആ വോയിസ്.